പപ്പിമോന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുരിങ്ങയുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. മുരിങ്ങയെ പറ്റിയിട്ട് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞാൽ പോരാ, ഒത്തിരി പറയാനുണ്ട്. കാരണം പോഷകങ്ങളുടെ ഒരു കലവറിയാണ് മുരിങ്ങയുടെ ഇല, പൂവ്, മുരിങ്ങക്കായ, അങ്ങനെ ഒത്തിരി മുരിങ്ങയുടെ എല്ലാ വശങ്ങളും. ഈവൻ നമുക്ക് അതിന്റെ തൊലി പോലും നമുക്ക് അത്രയും വേണ്ടപ്പെട്ടതാണ്. കാരണം തൊലി ചതച്ച് അതിന് നേരിടുത്ത് തെളിക്കുകയാണെന്നുണ്ടെങ്കിൽ പാമ്പ് പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ മുരിങ്ങയിൽ നമുക്ക് എങ്ങനെ നടാം, ഏതാണ് അതിന് നടിയിൽ വസ്തു, എന്തൊക്കെ ചെയ്യണം, മുരിങ്ങ കായ ഉണ്ടാവാനായിട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മുരിങ്ങയുടെ വിശേഷങ്ങൾ ഞാൻ പറയാം. ഇതേപ്പോൾ ഞാനിവിടെ ഒരു മുരിങ്ങ ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ ബക്കറ്റിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുരിങ്ങയ്ക്ക് ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ മുരിങ്ങ നടാനായിട്ട് ഒന്നല്ലെങ്കിൽ മുരിങ്ങയുടെ വിത്ത്, അല്ലെന്നുണ്ടെങ്കിൽ മുരിങ്ങയുടെ തണ്ട്, ഇത് രണ്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഏതാണ്ട് ഒരു കൈത്തണ്ട മണ്ണുള്ള തണ്ടാണ് സാധാരണ മുരിങ്ങ നടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു 1.5 മീറ്റർ നീളത്തിലുള്ള മുരിങ്ങത്തണ്ട് നമ്മൾ നടാണ് സാധാരണ എല്ലാവരും ചെയ്യുക. പക്ഷെ ഇപ്പോൾ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് മുരിങ്ങയുടെ വിത്ത് മേടിക്കാൻ കിട്ടും. അതുമാതിരി വിത്ത് നട്ടിട്ടുള്ള തൈകൾ നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ മുരിങ്ങ എപ്പോഴും നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മുരിങ്ങ നടേണ്ടത് എപ്പോഴും നല്ല നീർവാർച്ചയുള്ള സ്ഥലത്തായിരിക്കണം. വെള്ളം കെട്ടുള്ള സ്ഥലത്ത് ഒരിക്കലും നടരുത്. മുരിങ്ങയ്ക്ക് ഒരു തുള്ളി വെള്ളം വേണ്ട, അതായത് വെള്ളം കൊടുക്കരുത് മുരിങ്ങയ്ക്ക്. അതാണ് മുരിങ്ങയ്ക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ട് കാര്യം. എങ്കിൽ മാത്രം മുരിങ്ങ നല്ലമാതിരി മുരിങ്ങക്കായ ഉണ്ടാവുള്ളൂ. നമുക്ക് മുരിങ്ങയുടെ ഇലയാണ് ആവശ്യമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, നമുക്ക് എവിടെ വേല നടാം. പക്ഷെ മുരിങ്ങ എപ്പോഴും നടുമ്പോൾ നമ്മൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത്, നല്ല നീർവാർച്ചയുള്ള സ്ഥലത്ത് നോക്കിയിട്ട് മുരിങ്ങ നടും. നമ്മൾ പഴമക്കാരൊക്കെ പറയുന്നേക്കാം, നമ്മുടെ പാലുണ്ടല്ലോ, പാലിനെക്കാട്ടും 3 ഇരട്ടി വൈറ്റമിൻസ്, കാൽസ്യം മുരിങ്ങയിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് മുരിങ്ങയുടെ ഇല നമുക്ക് ആഴ്ചയിൽ 1-2 വട്ടമൊക്കെ നമുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത്, ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവാനായിട്ട് മുരിങ്ങയുടെ ഇല ധാരാളം കഴിക്കുന്നുണ്ട് ഇപ്പോൾ ആളുകൾ. നമുക്ക് നമ്മുടെ ബോഡിക്ക് നല്ല പ്രതിരോധ ശക്തി ഉണ്ടാവും മുരിങ്ങ നമ്മൾ ഉപയോഗിക്കുകയാണ്, മുരിങ്ങയുടെ ഇല നമുക്ക് ഉപയോഗിക്കുകയാണ്. അപ്പം നമ്മൾ നീർവാർച്ചയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മുരിങ്ങ നടുമ്പോൾ സാധാരണ വർഷക്കാലത്ത് ഒരിക്കലും നടരുത്. നല്ല വേനൽക്കാലത്ത് നമ്മൾ വേണം മുരിങ്ങയുടെ തണ്ട് നടാനായിട്ട്. തണ്ട് നട്ടതിന് ശേഷം നമ്മളത് ഒരു ഓല മറ്റും ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ കമ്പ് ഇങ്ങനെ പൊതിഞ്ഞു വയ്ക്കുക. അത് പെട്ടെന്ന് ഉണങ്ങി പോകാതിരിക്കാനാണ്. എന്നിട്ട് ആഴ്ചയിൽ 1-2 വട്ടം നമ്മൾ അതിനെ നനച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ചെറിയ കിളിപ്പുകൾ വരും. മഴക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും ഏതാണ്ട് മുരിങ്ങയുടെ ഇല വന്ന് കിളിപ്പ് വന്നതിന് വേരൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ കാര്യമായിട്ട് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഇത് മുരിങ്ങയെ സംബന്ധിച്ച് നമ്മൾ വളം ഒന്നും തന്നെ ചെയ്യേണ്ടതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ മുരിങ്ങ നമ്മൾ ഈ നട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ അതിനെ ചെയ്യേണ്ട വളപ്രയോഗം എന്ന് പറയാനായിട്ട്, ആദ്യത്തെ ഒരു വർഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് നമ്മൾ നടുന്ന സമയത്തിട്ടുള്ള ചാണപ്പൊടിയോടൊപ്പം തന്നെ കുറച്ച് ചാണപ്പൊടി കടയിൽ കൂട്ടിയിട്ടിട്ട് ചെത്തിയരിച്ച് മൂടുക, അങ്ങനെയുള്ള അതൊക്കെ ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ആവശ്യമില്ല. മുരിങ്ങ പൂക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം അതിൻ്റെ കടക്കിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അത് വളരെ നല്ലതാണ്. നല്ല മരി മുരിങ്ങ പൂക്കുകയും ചെയ്യും, നല്ല മരി മുരിങ്ങക്കായ ഉണ്ടാവുകയും ചെയ്യും. അല്ലാതെ മറ്റ് വളങ്ങൾ മുരിങ്ങയുടെ ഒരു കാര്യത്തിൽ സാധാരണ രീതിയിൽ ചെയ്യാറില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ എന്താ ചെയ്യുന്നത്, ടെറസിൻ്റെ മുകളിൽ ഞാനൊരു മുരിങ്ങേനെ നട്ടുപിടിപ്പിച്ചേക്കാം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മുരിങ്ങയുടെ മറ്റേ ഇലയ്ക്ക് എനിക്ക് പുറത്ത് 2-3 മുരിങ്ങകളുണ്ട്. പക്ഷെ മുരിങ്ങയുടെ കായ നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ടെറസിൻ്റെ മുകളിൽ ഞാൻ ഒരാഴ്ചയായിട്ട് ഈ മുരിങ്ങയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഉണ്ട്, വാടി നിൽക്കേണ്ട. അപ്പം മുരിങ്ങ നനയ്ക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ മുരിങ്ങയ്ക്ക് എന്താ സംഭവിക്കണേ, അത് പൂക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം കൂടിയാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മുരിങ്ങനെ ഞാൻ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നനയ്ക്കുന്നില്ല. അപ്പോൾ ചിലയിടത്തൊക്കെ ഇങ്ങനെ പൂ വരാനുള്ള സാധ്യതകൾ കാണാണ്ട്, മിക്കവാറും ചിലപ്പോൾ ഒരാഴ്ചയുടെ പൂ കാണുന്നത്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 1 വട്ടമൊക്കെ നനയ്ക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വാടി ഇങ്ങനെ നിൽക്കും മുരിങ്ങ. വേനൊക്കെ ഈ നല്ല ചൂടുള്ള സമയത്ത് ഇങ്ങനെ വാടി നിൽക്കും. ഇത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പരീക്ഷണം കൂടിയാണ് ഇപ്പോൾ ഞാനിവിടെ മുരിങ്ങയുടെ കാര്യത്തിൽ ഞാൻ ചെയ്യണം. അപ്പോൾ മുരിങ്ങ നടുമ്പോൾ എപ്പോഴും നിങ്ങൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത്, നല്ല നിർവാർച്ചയുള്ള സ്ഥലത്ത് നോക്കിയിട്ട് മുരിങ്ങ നടുക. മറ്റുള്ള വളങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്തെങ്കിലും ചാണകപ്പൊടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ആദ്യത്തെ 1 വർഷം നോക്കി കഴിഞ്ഞാൽ പിന്നെ മുരിങ്ങ നമുക്ക് ധാരാളം ഉണ്ടാവും. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു അനുഭവം ഈ മുരിങ്ങയെ പറ്റി പറയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു 4-5 പഠിക്കുന്ന സമയത്ത് വീട്ടിലെ ഒരു വലിയൊരു മുരിങ്ങ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒറ്റപ്പെട്ടൊരു പറമ്പിൽ ഇങ്ങനെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരുന്നു മുരിങ്ങ. അപ്പോൾ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞാൽ, സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് മുരിങ്ങ അധികം ഉയരം പോവില്ല. മുരിങ്ങ ഇങ്ങനെ കുറ്റിച്ചെടി പോലെ നിൽക്കുകയും ചെയ്യും, കുറച്ച് മുരിങ്ങക്കായ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വേനൽക്കാലത്ത് ഞങ്ങൾ ഈ മുരിങ്ങ ഉണ്ടാവുന്ന കായ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് മുരിങ്ങയുടെ കായ പൊട്ടിച്ചിട്ട് ഞങ്ങൾ
നടന്ന് വിൽക്കും. അത് നല്ലൊരു എനിക്ക് നല്ലൊരു എന്താ പറയുക നല്ല അനുഭവമാണ്. കാരണം നമ്മളിങ്ങനെ നടന്ന് വിൽക്കും. നമുക്ക് ആദ്യമൊക്കെ ചമ്മലുണ്ടായിരുന്നു നമുക്ക് നടന്ന് വിൽക്കുമ്പോൾ ആൾക്കാർ എന്താ പറയാന്നൊക്കെ. പക്ഷെ ചെറിയ പോക്കറ്റ് മണിയൊക്കെ കിട്ടുമെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നല്ല സന്തോഷം. അപ്പോൾ എല്ലാം മുരിങ്ങയുടെ കായൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ നടന്ന് മുരിങ്ങക്കായ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നടന്ന് വിൽക്കുന്നൊരു അനുഭവം എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ മുരിങ്ങയുടെ ഇലയെ പറ്റി എനിക്ക് ഓർമ്മ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് നമുക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ നല്ല അതായത് ഇതിൻ്റെ ഇലകളായിരിക്കും നമുക്ക് ഒട്ടുമിക്ക ദിവസങ്ങളും ചോറിനകത്തുള്ള കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയുടെ ഇല. അങ്ങനെ നല്ല ടേസ്റ്റോടുകൂടി ഞാൻ ആ ഭക്ഷണം കഴിക്കും. എനിക്കൊരു പിടി ചോറ് ഞാൻ കൂടുതലുണ്ട്. അപ്പോൾ മുരിങ്ങയുടെ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ മുരിങ്ങയുടെ മരം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അത്യാവശ്യം നമ്മളിപ്പോൾ ഒരു പരിപ്പും കുറച്ച് മുരിങ്ങയുടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കറിയായി, പരിപ്പ് തോരനിട്ട് കഴിഞ്ഞാൽ മറ്റൊരു കറിയായി. അങ്ങനെ ഒത്തിരി കറികൾ നമുക്ക് മുരിങ്ങയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുരിങ്ങയുടെ തൊലി നമുക്ക് വളരെ നല്ലൊരു സാധനമാണ്. ചെറിയ മരുന്നുകൾ മെഡിസിനുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഇതിന്റെ തൊലി നമ്മൾ ചെത്തിയെടുത്തിട്ട് നമ്മൾ ചതച്ചിട്ട് അതിന് നീര് നമ്മൾ തെളിക്കുകയാണെന്നുണ്ടെങ്കിൽ പാമ്പ് ശല്യം വല്ലാണ്ട് മാറി കിട്ടും. അപ്പോൾ ഞാൻ പറയണേ നമ്മുടെ നാട്ടിലെ തെങ്ങ് പോലെ തന്നെ അത്രയ്ക്കും അതിനെക്കാട്ടും ഉപരി അതിനെക്കാട്ടും കൂടുതൽ പോഷകസമ്പത്തും അതിനെക്കാട്ടും ഉത്തമമായ ഒരു മരമാണ് മുരിങ്ങ. അപ്പം മുരിങ്ങയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു മുരിങ്ങ നട്ടു വളർത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് കറിക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഉപകാരപ്പെടും. അപ്പോൾ മുരിങ്ങയുടെ വിശേഷങ്ങൾ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അതുമാതിരി വീഡിയോ കണ്ട നിങ്ങളെല്ലാവരും ഞാൻ നന്ദി പറയുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും മുന്നിലേക്ക് വരും. അത് നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് തൊട്ടപ്പുറത്താൽ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ വീണ്ടും കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ, സീ യു.